സ്നേഹമുള്ള സഹോദരങ്ങളെ, 2026 അൽഫോൻസാമ്മയുടെ തിരുനാളിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹപൂർവ്വം അമ്മയുടെ പുണ്യ കബറിടം സ്ഥിതി ചെയ്യുന്ന ഭരണങ്ങാനത്തേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ജൂലൈ 19 ഞായറാഴ്ച രാവിലെ 11:15 പാലാരൂപരാധ്യക്ഷൻ അഭിമന്യ മാർ ജോസഫ് കല്ലറിങ്ങാട്ട് പിതാവ് കൊടി ഉയർത്തി. പാലായുടെ വലിയ പിതാവ് മാർ ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ പിതാവും അതുപോലെ ഷംഷാബാദ് അതിരൂപതയുടെ സഹായമെത്രാൻ മാർ ജോസഫ് കല്ലമറമ്പിൽ പിതാവും സന്നിഹിതനായിരുന്നു. നൂറുകണക്കിന് വിശ്വാസികളുടെ വലിയൊരു സമൂഹം കൊടിയുയർത്തുന്ന തിരുക്കർമ്മത്തിൽ പങ്കെടുക്കുവാൻ ഇടയെത്തിയിരുന്നു. തിരുനാളിൻ്റെ എല്ലാ ദിവസങ്ങളിലും 10 ദിവസത്തെ തിരുനാളാണ്. ഇന്ന് രാവിലെ 5:30 തുടങ്ങിയ വിശുദ്ധ കുർബാന രാത്രി 7 മണി വരെ ഓരോ മണിക്കൂറിലും വിശുദ്ധ കുർബാന ഉണ്ടാകും. ഇന്ന് ഉച്ച കഴിഞ്ഞ് 1:30 ഹിന്ദിയിൽ വിശുദ്ധ കുർബാനയുണ്ട്, 2:30 തമിഴ് വിശുദ്ധ കുർബാനയുണ്ട്. അങ്ങനെ വിവിധ ഭാഷകളിൽ ഇംഗ്ലീഷിലും തമിഴിലും ഹിന്ദിയിലും മലയാളത്തിലുമായിട്ട് എല്ലാ ദിവസവും 10 വിശുദ്ധ കുർബാനകളെങ്കിലും ഇവിടെ അർപ്പിക്കുന്നുണ്ട്. വൈകുന്നേരം 5 മണിക്കുള്ള വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വളരെ ആഘോഷമായ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ജപമാല തിരി പ്രദക്ഷിണമുണ്ട്. ആ പ്രദക്ഷിണത്തിൽ പങ്കെടുക്കുന്നതിനും എല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. തിരുനാളിൻ്റെ 10 ദിവസങ്ങളിലും അഭിമന്യ പിതാക്കന്മാരാണ് വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകുന്ന പ്രധാന കുർബാന 11:30 പിതാക്കന്മാരുടെ വിശുദ്ധ കുർബാന. ഇന്ന് കാഞ്ഞിരപ്പള്ളി രൂപതയുടെ മുൻ അധ്യക്ഷൻ മാത്യു അറക്കൽ പിതാവ് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നു. നാളെ തിങ്കളാഴ്ച ലത്തീൻ ക്രമത്തിലുള്ള വിശുദ്ധ കുർബാനയാണ്. അത് കൊച്ചി രൂപതയുടെ അധ്യക്ഷൻ അഭിമന്യ ആൻ്റണി കാട്ടിപ്പറമ്പിൽ പിതാവാണ്. അടുത്ത ദിവസം മലങ്കര റീത്തിൽ മൂവാറ്റുപുഴ രൂപതയുടെ അധ്യക്ഷൻ തെഡോഷ്യസ് പിതാവാണ്. തുടർന്നുള്ള ദിവസങ്ങളിൽ കാഞ്ഞിരപ്പള്ളി പിതാവ്, കോതമംഗലം അഭിമന്യ പിതാവ്, അതുപോലെ ഷംഷാബാദ് രൂപതയുടെ അഭിമന്യ പിതാവ്, ചങ്ങനാശ്ശേരി അതിരൂപതയുടെ അധ്യക്ഷൻ തോമസ് തറയിൽ പിതാവ്, അതുപോലെ കർദിനാൾ ആലഞ്ചേരി പിതാവ്. പ്രധാന തിരുനാൾ ദിവസം ജൂലൈ 28 10:30 വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് സിറോ മലബാർ സഭയുടെ അധ്യക്ഷനായ അഭിമന്യ റാഫേൽ തട്ടിൽ പിതാവാണ്. തിരുനാളിൻ്റെ എല്ലാ കർമ്മങ്ങളിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു. ഇന്ന് കൊടി ഉയർത്തിയ സമയത്ത് അൽഫോൻസാമ്മയുടെ ജീവിതത്തെ വളരെ കൃത്യമായിട്ട് അഭിമന്യ കല്ലറിങ്ങാട്ട് പിതാവ് അവതരിപ്പിച്ചു. സ്നേഹം എന്നാൽ ത്യാഗം എന്ന വലിയ ഒരു സന്ദേശമാണ് അൽഫോൻസാമ്മ നൽകുന്നത്. നമ്മുടെ സ്വത്വം തിരിച്ചറിയുന്നതിന് അൽഫോൻസാമ്മയുടെ ആത്മീയത നമ്മളെ സഹായിക്കും. പ്രത്യേകിച്ച് സമകാലീന സമൂഹത്തിൽ നടക്കുന്ന വലിയ പ്രതിസന്ധികൾ, പ്രത്യേകിച്ച് മയക്കുമരുന്നും മദ്യവും ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ച് പിതാവ് പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാനും ഓപ്പറേഷൻ തണ്ടറും വളരെ ക്രിയാത്മകമായ നല്ല കാര്യങ്ങളാണ് നടക്കുന്നത്. അത് സർക്കാരിൻ്റെ മാത്രം ഒരു കാര്യമായിട്ട് നമ്മൾ മാറ്റാതെ എല്ലാവരുടെയും പൊതുവായ ഒരു ആവശ്യമായിട്ട് കണ്ട് നമ്മൾ മുമ്പോട്ട് നീങ്ങണമെന്ന് അഭിമന്യ പിതാവ് എല്ലാവരോടും അഭ്യർത്ഥിച്ചു. എല്ലാവർക്കും തിരുനാളിലേക്ക് സ്വാഗതം.